ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ട റോസ്റ്റും ആട്ടോ. അപ്പം ഞാൻ തലേന്ന് അരി വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ അത് അരച്ച് വെച്ചു. ശകലം ചോറും കൂടെ കൂടിയിട്ട് അരച്ച് വെച്ചു കേട്ടോ. ശകലം ദോശയുടെ മാവ്, ശകലം പുളിമാവിന് പകരം ദോശയുടെ മാവാട്ടോ ഞാൻ ഒഴിക്കണത്. അപ്പോൾ അങ്ങനെ ഒഴിച്ച് അപ്പത്തിൻ്റെ ഭാഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട റോസ്റ്റിനുള്ള സവാളയും പച്ചമുളകും കൂടി ഞാൻ എണ്ണയിൽ വഴറ്റുവാണ്. നന്നായിട്ട് വേണ്ടി സവാള നന്നായിട്ട് വാടി വന്നെ ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ. അല്ലാതെ സവാള ഇങ്ങനെ വെറുതെ കൊള്ളില്ല. അപ്പോൾ ഞാനത് ഇളക്കി വിട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയമുണ്ടല്ലോ, അതാവണ്ടേ. അപ്പോൾ അതിൻ്റെ സമയമുള്ളതുകൊണ്ട് വെറുതെ നിൽക്കണ്ടല്ലോ എന്നിരുതി ഞാൻ പച്ചപ്പയർ ശകലം ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഉച്ചക്കത്തേക്ക് തോരൻ വയ്ക്കാമല്ലോ എന്നിരി അത് ഞാൻ ഒടിച്ചെടുക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ സവാള വഴറ്റി കൊടുക്കുന്നുണ്ടേ. അത് നമ്മൾ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇടയിൽ വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ അത്യാവശ്യം നമ്മുടെ സവാള റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മീറ്റ് മസാലയും ആട്ടോ ഇട്ട് കൊടുക്കണത്. മീറ്റ് മസാല ഒത്തിരി ഇടണ്ട, എന്നാലും ഒരു ശകലം ഇട്ട് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. നമ്മുടെ ഒരു ബീഫിൻ്റെ അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് കരിയാതെ തീ കുറച്ചിട്ടാട്ടോ ഇതെല്ലാം ചെയ്യേണ്ടത്. കരിയാതെ ഞാനത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്കെന്തോ അതിനകത്ത് ഒരു മുളക് പൊടി കുറവായിട്ടുള്ളതുപോലെ തോന്നി കേട്ടോ. അപ്പോൾ ഞാനൊരു ശകലം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തേ. അപ്പം അതിലേക്ക് നമ്മൾ ഇനി ഒഴിക്കേണ്ടത് ചൂടുവെള്ളം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ചൂടായിട്ടുള്ള ഒന്നിലേക്കും പച്ചവെള്ളം ഒഴിക്കരുത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചൂടുവെള്ളത്തിൻ്റെ കാര്യം മറന്നു പോയിട്ട് എന്നിട്ട് പെട്ടെന്ന് ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത്. ഇപ്പോൾ കറക്റ്റ് നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ. ഇതിന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്, ഒത്തിരി വെള്ളം വേണ്ട. ആ മുട്ടയൊന്ന് വേകാനുള്ള വെള്ളം മതി നമുക്ക്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കറക്റ്റ് ഉപ്പ് എപ്പോൾ ഇട്ടാലും കൂടിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഇട്ട് നോക്കുകയുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ കൂടിപ്പോകും. കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, നമുക്ക് ആഡ് ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ അതിലേക്ക് മുട്ട പൊട്ടിച്ച് കറക്റ്റായിട്ട് അതിലേക്ക് അതിൻ്റെ ആ ഉണ്ണിയൊന്നും പൊട്ടാതെ നല്ല ഇതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ തമ്മിൽ കൂട്ടി മുട്ടാതെയും അങ്ങനെ ഒഴിക്കണം. എന്നിട്ട് നമ്മളത് മൂടി വെച്ചു കേട്ടോ. മൂടി വെച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ മൂടി മാറ്റി നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ അടിഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും മൂടി വെക്കണം കേട്ടോ. അപ്പം ഇപ്പുറത്തെ സൈഡും കൂടെ വേകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പത്തിൻ്റെ മാവ് ഞാൻ നോക്കിയപ്പോൾ അപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ടുണ്ട്, പുളിച്ചിട്ടുണ്ട്. ഒത്തിരി പുളിച്ച് പൊങ്ങിയിട്ടില്ല, എന്നാലും ആവശ്യത്തിന് പുളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുട്ടയുടെ ആ വെള്ളം ഇതെല്ലാം പറ്റി മുട്ടയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പച്ചപ്പയർ ഉരിച്ച് കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ പച്ചപ്പയർ നന്നായിട്ട് കഴുകിയെടുത്തു. അപ്പോൾ ഈ പച്ചക്കറിയിലെല്ലാം ഇങ്ങനെ വിഷമാണെന്നൊക്കെയാണല്ലോ പറയുന്നതല്ല ആണ്. അപ്പം നമുക്ക് ചെറിയൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് പച്ചക്കറി ഒക്കെ കഴുകിയെടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞേക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ദാഹിച്ചു കേട്ടോ. അപ്പോൾ ചായ ഉണ്ടായിരുന്നു. ചായ ഒരു വീക്ക്നെസ് ആട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ അതിനെ കുടിച്ചുകൊണ്ടിരിക്കും. ചായ ഞാനൊരു കപ്പെടുത്ത് കുടിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ അപ്പമൊക്കെ റെഡി, അപ്പത്തിൻ്റെ മാവ് റെഡിയായി. അപ്പം ഞാൻ അപ്പം ചുട്ടു നോക്കോട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ വന്നു കേട്ടോ. പുളിയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ടാറ്റാ.